ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്താണെന്നറിയോ, നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായി കേട്ടോ, ഒരു 1 വീക്കിൻ്റെ അടുത്തായി. പക്ഷെ അത് വൈറലായിട്ടുണ്ട്, 1 മില്യൺ ഒക്കെ കടന്നിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു കുഞ്ഞു ചാനലാണ്. ആ ഒരു ചാനലിൽ 1 മില്യൺ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അല്ല. ആ വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് ചീത്ത കേട്ടോ കേട്ടോ. ഒരുപാട് നല്ല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് ചീത്ത കേട്ടെന്ന് പറയാന്ന് വെച്ചാൽ ചീത്ത കേട്ടതിന് എനിക്ക് വിഷമമില്ല. അപ്പം എന്തായാലും 2 സൈഡും പറയുന്ന ആൾക്കാരുണ്ടാവില്ല. അപ്പം ഏതായിരുന്നു വീഡിയോ എന്ന് വെച്ചാൽ, വീഡിയോ ഇതാണ്. ഇത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ പേജിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു 20 മില്യൺ ഒക്കെ കടന്നു പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. 20 മില്യൺ വ്യൂസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 4-3-7 ആൾ കാണുന്ന ഒരു ചാനലാണ് നമ്മുടേതല്ല, എൻ്റേത്. അപ്പോൾ അതിനകത്ത് 20 മില്യണൊക്കെ കടന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയാണ്. പക്ഷേ ഈ ഒരു വീഡിയോ എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ, നമ്മൾ ഓണത്തിൻ്റെ അന്ന് എല്ലാ വർഷത്തെയും പോലെ ഞാനും പിന്നെ ഈ വീണിട്ടുള്ള ആൾ പറയട്ടെ കേട്ടോ. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റെയാണ് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്തൊക്കെ പറയണം എന്നൊരു ഐഡിയ എനിക്കില്ല. അപ്പം അങ്ങനെ അല്ലാതെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഒക്കെ നിങ്ങൾ ക്ഷമിക്കാം. അപ്പം ഈ വീണിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ടാണ്. എൻ്റെ അനിയത്തി കുട്ടിയാണ്. എൻ്റെ അത്ര ഏജൊന്നുമില്ല, കുഞ്ഞു കുട്ടിയാണ്. അപ്പോൾ അവൾക്ക് 22 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് എല്ലായിടത്തും പോകുന്നത്. അവളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മുംബൈയിലാണ്. അപ്പോൾ വേർജിൻ എയർലൈൻസിലാണ് അവൾ വർക്ക് ചെയ്യുന്നത്. അപ്പം അവൾ ലീവിന് വന്ന സമയത്ത്, വെറും 15 ദിവസത്തെ ലീവിന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലായിടത്തും പോകുന്നതൊക്കെ. അപ്പം ലീവിന് വന്ന സമയത്ത് ഞങ്ങൾ 2 പേരും കൂടെ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ ഞങ്ങളിവിടെ അടുത്തുള്ള ആതകശ്ശേരി എന്ന് പറയുന്ന ഒരു അമ്പലത്തിൽ പോയിട്ടുള്ള ഒരു വീഡിയോ ആണത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമെന്ന് ആദ്യം തീരുമാനിച്ചതാണ്. എന്ന് വെച്ച് ഇങ്ങനെ വൈറലാവാൻ മാത്രമുള്ള വീഡിയോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഓണത്തിന് സ്റ്റാറ്റസ് വെക്കാനും ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടാനും ഒക്കെ വേണ്ടിയിട്ട് ചെറിയ 1-2 വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് പോയിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞപ്പം ആ കുളത്തിനടുത്ത്, അമ്പലക്കുളം ഉണ്ടാവുമല്ലോ, അതിനടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇവൾ പറഞ്ഞു, നമുക്ക് കുളത്തിലിറങ്ങി കാലൊന്ന് കഴുകി കയറി വരുന്ന ഒരു വീഡിയോ എടുത്തിട്ട് നമുക്കൊരു സ്ലോമോ ഒക്കെ കൊടുത്തിട്ട് സോങ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഇത് പറഞ്ഞ് താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നതും ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ട് കാല് നനച്ചിട്ട് തിരിച്ച് വരുന്ന, കാല് നനച്ച് അല്ലെങ്കിൽ കൈ നനച്ചിട്ട് തിരിച്ച് വരുന്ന ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ സൈഡിൽ നിന്നിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവൾ ഇറങ്ങി പോകുന്നുണ്ട്. പെട്ടെന്ന് വീണ സമയത്ത് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന അതാണല്ലോ. അപ്പോൾ പെട്ടെന്ന് വീണപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ ഈ ഫോണിലേക്ക് അല്ല ക്യാമറയിലേക്ക് തന്നെ നോക്കിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ മാറി ക്യാമറയിൽ നിന്ന് കണ്ണെടുത്ത് കുളത്തിലേക്ക് നോക്കുമ്പോൾ ഇവൾ വീണിട്ടുണ്ട്. അപ്പം ഞാൻ ഓടി ചെന്ന് കൈ പിടിക്കുകയും ചെയ്തു. കൈ പിടിക്കണ്ടെന്ന് പറഞ്ഞ് ഫുള്ള് ചുറ്റും ആളുണ്ട്. അപ്പോൾ ആരും കാണാത്ത ഒരാളവിടെ തന്നെ ഇരുന്നു. പക്ഷേ വീഡിയോ കണ്ടപ്പോൾ എനിക്കും തോന്നി ഒരു ജസ്റ്റ് മിസ്സാണ്, തലയൊന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് എന്തെങ്കിലും സംഭവിക്കേണ്ട വീഴ്ച തന്നെയാണ്. പക്ഷേ ദൈവം സഹായിച്ചതുകൊണ്ടായിരിക്കും ഒന്നും പറ്റിയില്ല കേട്ടോ, ഒന്നും പറ്റിയില്ല. എന്ന് വെച്ചാൽ അവൾക്ക് വേദനിച്ച് ചെറിയൊരു വേദന, വീണപ്പോഴുള്ള ആ ഒരു വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും പറ്റിയില്ല. ഞാൻ കുറേ ചോദിച്ചു, ഹോസ്പിറ്റലിൽ പോകണമൊക്കെ ചോദിച്ചു, ഒന്നും പറ്റിയിട്ടില്ല. പക്ഷേ നമുക്കിതിൽ കമൻറ്റ്സ് വരുന്നത്, ആ കുട്ടി, ഞാൻ കുറേ കമൻറ്റ്സിന് ഞാൻ റിപ്ലൈ കൊടുത്തു. കുറേ ചീത്ത കമൻറ്റ്സൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല, പിന്നെ അവർ ഇട്ടുകൊണ്ടിരിക്കും. ചീത്ത കമൻറ്റ്സ് എന്ന് പറഞ്ഞാൽ തെറിയൊന്നുമല്ല, നമ്മളിത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ഈ ലൈക്കിന് വേണ്ടി ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ലൈക്കിനും നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ വേണ്ടിയിട്ട് കുളത്ത് പോയി ചാടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതും ആ ഒരു വേഷത്തിൽ സെറ്റും മുണ്ടൊക്കെ എടുത്തു കൊടുത്തിട്ട് ഇത്രയും ആൾക്കാരുള്ള തിരുവോണത്തിൻ്റെ അന്നെന്നൊക്കെ പറഞ്ഞാൽ അമ്പലത്തിൽ അത്യാവശ്യം ആൾക്കാരുണ്ടാവും. ആ ഒരു സമയത്ത് കുളത്ത് പോയി ചാടുക എന്നൊക്കെ പറഞ്ഞാൽ പറ്റുന്നില്ല. പിന്നെ പറയുന്നവർ പറയട്ടെ.
പിന്നെ ഞാൻ പറയാം, ഇതിലൊരു 99% ആൾക്കാർ നല്ല സപ്പോർട്ട് എന്നല്ല, ഭയങ്കര ടെൻഷൻ അടിച്ച് നമ്മളെ വീട്ടിലൊരാൾക്ക് എന്തെങ്കിലും പറ്റിയുള്ളത് പോലത്തെ കമൻസ് ആണ് കേട്ടോ. ഹോസ്പിറ്റലിൽ കാണിക്കണം, എന്തെങ്കിലും പറ്റിയോ, പാവണ്ടോ, എനിക്ക് ചിരിയല്ല വന്നത്, ടെൻഷനാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കി, ഇൻസ്റ്റഗ്രാമിൽ നേരിട്ട് മെസ്സേജ് അയച്ചവരും ഒക്കെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും പറ്റിയോ, എന്താ സംഭവിച്ചത്, ആ കുട്ടി എവിടെ, കുട്ടി ഹോസ്പിറ്റലിലാണോ എന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് ഒന്നും പറ്റിയിട്ടില്ല, ലീവ് കഴിഞ്ഞ് തിരിച്ചു പോയി, ഓൺ ഡ്യൂട്ടിയാണ്, ഒരു കുഴപ്പമില്ല. അപ്പം അവർക്കും കൂടെ വേണ്ടിയിട്ടാണ്, അവർക്കൊന്നും പറ്റിയിട്ടില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറയാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നെഗറ്റീവ് ഇടുന്നവർ, വ്യൂവിന് വേണ്ടിയിട്ട് നെഗറ്റീവ് പറയുന്നവർ കേട്ടോ, അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്ന് പറയുന്നവർ, ഓക്കെ, ഞാൻ അവളെ പിടിച്ചു കുളത്തിൻ്റെ അടുത്ത് വെച്ചു തള്ളി കുളത്തിലിട്ടു, അങ്ങനെ വിചാരിച്ചോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത്രയും വ്യൂവേഴ്സ് നമുക്ക് കിട്ടിയതിൽ യൂട്യൂബിൽ 1.5 മില്യൻ്റെ അടുത്തെങ്ങാണ്ടും ആയി, ഇൻസ്റ്റഗ്രാമിൽ 20 മില്യൺ കടന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അത്രയും വ്യൂവേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടിനും ഒക്കെ നന്ദി. പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടല്ല, എങ്ങനെ അത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, അത്ര കറക്റ്റായിട്ട് എല്ലാവരും ചോദിക്കുന്നത് എന്താ വെച്ചാൽ ആ വീഡിയോ ഒന്ന് ക്രിയേറ്റ് ചെയ്ത വീഡിയോ അതങ്ങനെ വിചാരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കറിയാമായിരുന്നു വീഴുമെന്ന്, എന്നിട്ട് ഞാൻ ഇറങ്ങാൻ പറഞ്ഞതാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യില്ല, എൻ്റെ അനിയത്തിയാണ്, അപ്പോൾ അങ്ങനെ ചെയ്യില്ല എന്നല്ലേ, ആരും ചെയ്യില്ല, ഞാനും ചെയ്യില്ല, അത്രേ എനിക്കറിയുള്ളൂ. പിന്നെ ഇങ്ങനെ നമുക്ക് നെഗറ്റീവ് പറയുന്നവർ ഒരുപാട് അങ്ങനെ വിശ്വസിപ്പിക്കാനൊന്നും പറ്റില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനിങ്ങനെ ഭയങ്കര സ്പീഡിലാണ് സംസാരിക്കുക. അപ്പം അങ്ങനെയൊക്കെ ചെറിയ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ എന്താ പറഞ്ഞു തന്നത്, അയ്യോ മറന്നു. അപ്പം കുറേ നമുക്ക് ആ വീഡിയോ കുറേ വ്യൂവേഴ്സും ലൈക്കൊക്കെ കിട്ടി, ഒബ്വിയസ്ലി നല്ല സന്തോഷമാണ്, അത്രയും വ്യൂ കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. പിന്നെ പറയുന്നുണ്ട്, ചെറിയ കുട്ടിയല്ലേ, ആ കുട്ടീനോട് ചോദിച്ചിട്ടാണോ പോസ്റ്റ് ചെയ്തതെന്ന്. ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഞാനല്ല, അവൾ തന്നെയാണ്, അവളുടെ ഇഷ്ടത്തിനാണ് പോസ്റ്റ് ചെയ്തത്. ഇപ്പോഴും പറയുന്നത്, അങ്ങനെയെങ്കിലും എൻ്റെ നാലാൾ അറിഞ്ഞില്ല, തമാശയ്ക്ക് പറയുന്നതാണ് കേട്ടോ. അപ്പം അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ പ്രൈവറ്റാക്കി വെക്കേണ്ടിയിരുന്ന ഒരു വീഡിയോ പബ്ലിക്കാക്കി വ്യൂവും ലൈക്കും ഒക്കെ വാരിക്കൂട്ടി അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെയാണ് പോസ്റ്റ് ചെയ്തത്, ഒരു കുഴപ്പമില്ല. അപ്പം കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ല ചോദിക്കുന്നവരോട്, ഒക്കെ കുറച്ച് തിരക്കിലായതുകൊണ്ടാണ്, അല്ലെ അവളെ വെച്ച് ഞാനൊരു വീഡിയോ ചെയ്തേനെ, വീഡിയോ കോളെങ്കിലും ചെയ്തേനെ. അപ്പോൾ കുറച്ചാക്കെങ്കിലും നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആ വീഡിയോ ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലാണ്ട് അത് ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ അല്ല, അറിഞ്ഞുകൊണ്ട് കുളത്തിൽ തള്ളിയിട്ടതല്ല. അപ്പം നമ്മുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.